കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് BM ആണ് എൻ്റെ ഫ്രണ്ട് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ എം സ്പോർട്ടൊക്കെ പോലെ തോന്നും. സംഭവം എം സ്പോർട്ട് ആക്കിക്കണം, കൺവേർട്ട് ചെയ്ത് എടുത്തേക്കണതാണ്. ഇതിൻ്റെ ഒറിജിനൽ മോഡൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടും. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2010 മോഡൽ BM ആണ് കിടന്നുകൊണ്ട് ഇതിൻ്റെ ഫുള്ള് കിറ്റ് മാറ്റിക്കണം, ഫുള്ള് റീമാപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാ രീതിയിലും. ഇപ്പോൾ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് 2010 മോഡലാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. അത്രയ്ക്ക് രീതിയിൽ തന്നെ റീമാപ്പ് ചെയ്ത് ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ചെയ്തതിന് സ്പെസിഫിക്കേഷൻ എല്ലാം ഞാൻ വീഡിയോൻ്റെ സൈഡിൽ തന്നെ ഇട്ടേക്കാം. നിങ്ങളത് പയ്യെ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് വായിച്ച് മനസ്സിലാക്കിയേക്കാം. കിടക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് വെച്ചത് നല്ല രീതിയിൽ തന്നെ പൈസ മുടക്കിയാണ് വണ്ടിയും കൂടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടി 2010 മോഡലാണ്. അതുകൂടാതെ തന്നെ 90 സംതിങ് കിലോമീറ്റേഴ്സ് മാത്രമേ വണ്ടി ഇപ്പോൾ നിലവിൽ ഓടിയിട്ടുള്ളൂ. പിന്നെ ഇൻറ്റീരിയേഴ്സ് ആയാലും എക്സ്റ്റീരിയേഴ്സ് ആയാലും എല്ലാ രീതിയിലും ഇതിനകത്ത് നല്ലോണം പൈസ മുടക്കി അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് എന്തൊക്കെ ചേഞ്ചസ് വരുത്തിക്കണം നമുക്ക് ഈ വീഡിയോയിൽ കൂടി തന്നെ പറഞ്ഞ് മനസ്സിലാക്കി പോകാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, കാരണം എവിടെയൊക്കെ എന്തൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. വീഡിയോൻ്റെ അവസാനം ഞാൻ റേറ്റും കാര്യങ്ങളും പറയുന്നുണ്ട്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് BM ആണ്. അപ്പോൾ BM നിങ്ങൾ കിടക്കണ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എം സ്പോർട്ടാണ്. ഇത് എം സ്പോർട്ടോ സംഭവങ്ങളൊന്നും അല്ല മോനെ, ഇത് വേറെ സാധനമാണ്. വണ്ടിയുടെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം എഴുതിയിരിക്കും. ഇത് 2010 മോഡലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? വെറും 2010 മോഡലുള്ള വണ്ടിയാണ്. പക്ഷേ ഇതിന് അടിമുടി ഇവർ മാറ്റിയെടുത്തിട്ടുണ്ട്, ഇതിൻ്റെ ഓണർ മാറ്റിയെടുത്തിട്ടുണ്ട്. എല്ലാ രീതിയിലുള്ള കിറ്റും കാര്യങ്ങളും കയറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് കസ്റ്റമൈസ് ചെയ്ത് മോഡിഫൈ ചെയ്തൊക്കെയാണ് വണ്ടിയാണ്. പക്ഷേ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ലേറ്റസ്റ്റ് മോഡൽ BM പോലെ ഇരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇത് 530D ആണ് വന്നേക്കണം. ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ല ഇതിൻ്റെ ബാക്കിൽ നോക്കിയാൽ കിറ്റൊക്കെ ആഡ് ചെയ്ത് നോക്കിയാൽ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടെ കാണാം. വണ്ടി ഫുള്ള് ബ്ലാക്ക് ചെയ്തിട്ട് നല്ല കലക്കൻ സ്പോർട്ടി ലുക്കിൽ കിടക്കുന്ന നല്ല കലക്കൻ BM ആണത്. ഒരു രീതിയിലുള്ളൊരു പൊട്ടിക്കോ ഒരു സ്ക്രാച്ചോ എന്തോ കാര്യങ്ങളൊന്നും നമുക്ക് ഈ വണ്ടിയിൽ എവിടെയും കിട്ടുന്നില്ല. പിന്നെ ടയറൊക്കെ അപ്സൈസ് ചെയ്തിട്ട് 19 ഇഞ്ച് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായുള്ള വണ്ടിയുടെ ആ ഒരു റോഡ് പ്രസൻസും കാര്യങ്ങളും കംഫോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ റൂഫ് നോക്കാം, നല്ല നീറ്റായിട്ടിരിക്കുന്ന റൂഫ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കിവിടെ സൈഡ് പോർഷനിലേക്ക് വരാം, വീലാർസിലേക്ക് പോകാം. വീലാർസ് നല്ല നീറ്റായിട്ടിരിക്കുന്ന വീലാർസും കൂടെ കാണാൻ പറ്റും. മിഷ്ലിൻ്റെ ടയേഴ്സ് വിത്ത് നല്ല നൈസ് ഗ്രിപ്പ് വന്നിട്ടുണ്ട്. അലോയ്സും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. 19 ഇഞ്ചാണ് വന്നേക്കണേ. പിന്നെ ബോണറ്റിലേക്ക് വരാം. ബോണറ്റ് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ബോണറ്റ്, ഒരു സ്ക്രാച്ച് പോലും നമുക്കിവിടെ കാണാനില്ല. അതേപോലെ വിൻഷീൽഡ് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന വിൻഷീൽഡ് നമുക്കിവിടെ കാണാൻ പറ്റും. താഴേക്ക് വരുമ്പോൾ ഫ്രണ്ട് കിറ്റ് ഫുള്ള് ഞാൻ മാറിയെന്ന് പറഞ്ഞു, അതിൻ്റെ ചേഞ്ചസ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ലാമ്പ് നോക്കാം, അതേപോലെ തന്നെ എയർ ഡാമും കാര്യങ്ങളും ഇവിടെ ഗ്രില്ലും കാര്യങ്ങളും ശ്രദ്ധിക്കാം. ഫാൻസി നമ്പറാണ് വന്നേക്കണം, 5 ആണ് വന്നേക്കണം. അതേപോലെ തന്നെ ഇവിടെ സൈഡായാലും നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്നു. ഇവിടുത്തെ വീലാർസ് നോക്കാം, നീറ്റായിട്ടിരിക്കുന്നു. ടയേഴ്സൊക്കെ നോക്കാം, കണ്ടോ. അതുപോലെ അലോയ്സും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന അലോയ്സും നമുക്ക് കാണാൻ പറ്റും. സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇൻസേർട്ട് വരുന്നുണ്ട്, അതും ഫുള്ള് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ട് പെർഫോമൻസിൻ്റെ ആ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. 2 ഡോറ് നോക്കാം, 2 ഡോറും ഇവിടെ വൃത്തി തന്നെ ഇരിക്കുന്നു. ഇവിടെ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. ഗ്ലാസ് നോക്കാം, ഗ്ലാസും ഫുള്ള് ബ്ലാക്ക് ഔട്ട് വെച്ചിട്ടുണ്ട്. റൂഫ് സൺ റൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സൈഡ് പോർഷനിലേക്ക് ഫുള്ള് നോക്കാം. നമുക്ക് ഇവിടെ വീലാർസിലേക്ക് വരാം. ഈ വീലാർസ് ആയാലും നീറ്റായിട്ടിരിക്കുന്നു, നല്ല ഗ്രിപ്പും ടയേഴ്സ് ഒക്കെ ഉണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. നമുക്ക് ബാക്കിലേക്ക് വരാം. ബാക്കിലേക്ക് ഇവിടെ ഡീഫോക്കേഴ്സ് നോക്കാം, നീറ്റായിട്ടിരിക്കുന്നു. റൂഫ് ആയാലും ആൻറ്റിനയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്കിലേക്ക് വരുമ്പോൾ സ്പോയിലേഴ്സ് നമുക്ക് കാണാൻ പറ്റും. 530Dയുടെ ബാച്ചിങ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ബമ്പേഴ്സൊക്കെ നോക്കാം, ഡുവൽ എക്സോസ്റ്റും കാര്യങ്ങളും കൊടുത്തിട്ട് നല്ല വൃത്തി തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസ് ആയാലും നീറ്റായിട്ടിരിക്കുന്നു, നല്ല ഗ്രിപ്പും ടയേഴ്സ് ഒക്കെ ഉണ്ട്. മിഷൻ ടയേഴ്സ്, അലോയ്സും ശ്രദ്ധിക്കാം. 2 ഡോറും നോക്കാം, 2 ഡോറും ഇവിടെ ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡോർസ് നമുക്ക് ഇവിടെ കാണാം. ഡോർ നോക്കിയിട്ട് ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെടാം. ഡോർ നോക്കാം, ഡുവൽ ടോണിലാണ് ഡോറും കാര്യങ്ങളൊക്കെ വന്നേക്കണം. ഇവിടെ നമുക്ക് പവർ വിൻഡോസിൻ്റെ ബട്ടൺ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്യാൻ ഓക്കെ ചെയ്യാൻ വേണ്ടത്തില്ല അതിൻ്റെ സോറി, പവർ ഓൺ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. ഇവിടെ ഡാഷ്ബോർഡൊക്കെ നോക്കാം, നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നു. സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ നോക്കാം, സ്റ്റിയറിംഗ് നല്ല വൃത്തി തന്നെ ഇരിക്കും. സ്റ്റിയറിംഗ് പാഡൽ ഷിഫ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ബാക്കിയുള്ള കൺട്രോൾസൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ അതേപോലെ തന്നെ നമുക്കിവിടെ ഗിയർ നോബും അതേപോലെ തന്നെ ഡ്രൈവിംഗ് മോഡ്സും ബാക്കി സ്റ്റോറേജും സീറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് കണ്ടേക്കാം. ക്രോസ് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെയാണ് ചെയ്ത് വെച്ചാണ്. അതേപോലെ തന്നെ നമുക്ക് വലിയൊരു സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാണ് വാഹനത്തിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ കാണാനുള്ള പാഡൽ ഷിഫ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വാഹനത്തിനൊപ്പം തന്നെ വരുന്നുണ്ട്. അറൗണ്ട് 96,000 കിലോമീറ്റേഴ്സാണ് വണ്ടി ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് റിയർ ഭാഗത്ത് ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെടാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഡുവൽ ടോണിൽ വന്നിരിക്കുന്ന സീറ്റ് പാഡ്സും സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ആംറസ്റ്റ്, 3 ഹെഡ് റെസ്റ്റും, ഇഷ്ടംപോലെ ലെഗ് സ്പേസും അതേപോലെ ബാക്കി AC കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ റിയറിൽ വരുന്നുണ്ട്. ഇവിടെ ഇവിടെ നമുക്ക് സീറ്റിൻ്റെ ബാക്കിൽ തന്നെ മോണിറ്ററും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആഡ് ആയി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സിൽ കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് ഇനി അപ്പോൾ നമ്മുടെ ഈ ഒരു BMൻ്റെ എഞ്ചിൻ റൂമാണ് കാണിക്കാൻ പോകുന്നത്. എഞ്ചിൻ റൂം ഇപ്പോൾ ഓൾറെഡി സീൽഡാണ്, അപ്പോൾ അതിൻ്റെ പേര് നമുക്ക് കാര്യമായിട്ട് ഇവിടെ കാണിക്കാനല്ല. എന്നാലും നമ്മുടെ ചാനലിൻ്റെ ആ ഒരു സ്വഭാവം വെച്ച് ഇതിൻ്റെ ഫുള്ള് നമ്മൾ കവർ ചെയ്യും.
ആണോ എല്ലാ ഭാഗങ്ങളും നോക്കാം. ഞാൻ വളരെ സ്ലോയിലാണ് പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഡീറ്റെയിൽ ആണോ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്മളത് വിളിക്കാനും വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ വണ്ടിയുടെ ഞാൻ ജസ്റ്റ് ഓരോരോ ഭാഗങ്ങളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാം. ഇവിടെ എഡ്ജസൊക്കെ നോക്കിയേക്കാം, കോണറും കാര്യങ്ങളും നോക്കാം, ആപ്രോണിൻ്റെ പേസ്റ്റിങ് കാര്യങ്ങൾ നോക്കാം, ഫ്രണ്ട് നോക്കാം. കേട്ടോ നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ഫ്രണ്ട് പോർഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് മിഡിലായിട്ട് ഇവിടെ എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്പോട്ട് ചെയ്യാം. ലിഡിലേക്ക് വരാം. ലിഡായാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ലിഡ് നമുക്കിവിടെ കാണാം. ഒരു ഡാമേജോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഇത് 2010 മോഡൽ മോഡിഫൈ ചെയ്തേക്കാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, കിറ്റും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആഡ് വന്നിട്ടാണ്. ഓക്കെ, ഇത് നമുക്ക് വേറെ M5 എന്നുള്ള വാഹനത്തിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗം ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതെല്ലാം കിറ്റ് എക്സ്ട്രാ ആഡ് ചെയ്തേക്കണം. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു വണ്ടിയുടെ ആ ഒരു ഇൻറ്റീരിയേഴ്സിൽ അല്ലെങ്കിൽ എൻജിൻ റൂമിൽ നമുക്ക് കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് ഇനി വാഹനത്തിൻ്റെ ബൂട്ടിലേക്ക് ഒന്ന് നോക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ ഞാനിവിടെ ലിഡൊന്ന് അപ്പ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. വിശാലമായിട്ടുള്ള ബൂട്ടാണ്. പിന്നെ വണ്ടി ക്ലീനാണ്, നീറ്റായിട്ട് ഇരിക്കുന്ന ബൂട്ട് സ്പേസും കൂടെ കാണാം. കേട്ടോ, അതേപോലെ തന്നെ നമുക്കത് ഇവിടെ ബാറ്ററി കിറ്റും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരുന്നുണ്ട്. പിന്നെ നമുക്കിനി അഡ്ജസ്റ്റിലേക്ക് നോക്കാം. അഡ്ജസ്റ്റിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കൂടെ നോക്കാം. നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു അഡ്ജസ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ ലിഡിലേക്ക് വരാം. ലിഡായാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു ലിഡും കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സിൽ കാണിക്കാനുള്ളത്. പയ്യെ നമുക്ക് ഇനി റേറ്റും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. 2010 മോഡൽ BM ആണ് കിടക്കുന്നത്. 530D ആണ് കിടക്കുന്നത്. 530D ഇത് കൺവേർട്ട് ചെയ്തിട്ട് ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് M സ്പോർട്ട് വാഹനത്തിൻ്റെ ഫ്രണ്ടും കാര്യങ്ങളും സൈഡും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കണം അതേപോലെ തന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കാരണം ഒരുപാട് രീതിയിൽ കിറ്റിനകത്ത് കയറ്റിയിട്ടുണ്ട്. കണ്ടോ, ഫുള്ള് കസ്റ്റമൈസ് ആക്കിയ വണ്ടിയാണ്. ഇൻറ്റീരിയേഴ്സ് ആയാലും ഒരുപാട് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വാഹനത്തിൽ കാണാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മോഡിഫിക്കേഷൻ കാര്യങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്തൊക്കെ കിറ്റാണ് എവിടെയൊക്കെ കയറ്റിയേക്കണം അതൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ സ്ക്രീനിൽ തന്നെ ഇട്ടേക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കണമെങ്കിൽ വണ്ടിയുടെ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്തേക്കണം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇനി റേറ്റിലേക്ക് കടക്കാം. റേറ്റിലേക്ക് കടന്നേക്കാകുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഈ ഒരു വാഹനത്തിന് ആസ്കിംഗ് പ്രൈസ് 18 ലക്ഷം രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആയിരിക്കും. വീഡിയോ എന്താണ് ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വോയിസ് അയക്കാം, മെസ്സേജ് അയക്കാം, റിപ്ലൈ കാര്യങ്ങൾ തരുന്നതാണ്. വണ്ടി കിടക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലുവയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങൾ വീഡിയോസ് വരുന്നുണ്ട്. ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്. 2015 മോഡൽ X5 ആണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ ഉപയോഗിച്ചാണ് വണ്ടി. കേരള രജിസ്റ്റേർഡ് വണ്ടിയാണ്. ഇതിൻ്റെ ഫുള്ള് വീഡിയോ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. കൗണ്ടിങ് കാർസ് മലയാളം യൂട്യൂബ് ചാനലിനകത്തും ഫേസ്ബുക്ക് പേജിനകത്തും പോയിട്ടുണ്ടെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഫുള്ള് വിവരങ്ങൾ അറിയാം. ഈ വാഹനം മാത്രമല്ല ഒട്ടനവധി ലക്ഷറിയും അതേപോലെ തന്നെ ബേസിക് കാറുകളും നമ്മുടെ വീട്ടിൽ കൂടി തന്നെ നിങ്ങളിലേക്ക് ഡെയിലി എത്തുന്നതാണ്. അപ്പോൾ കൗണ്ടിങ് കാർസ് മലയാളം ചെക്ക് ചെയ്തേക്കാം. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ഹിറ്റ് ചെയ്യാൻ മറക്കരുത്. അവിടെ വെച്ച് കാണാം. താങ്ക് യു.